എൻ്റെ പേര് ഫാദർ മനോജ് കെ ജി എന്നാണ്. 2023 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ശബരിമല പോയപ്പോഴത്തേക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി വാർത്താ പ്രാധാന്യമുള്ള വാർത്തയായിട്ട് അത് മാറിയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ശബരിമല പോകാനായിട്ടുള്ള കാരണം, ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്, പാരമ്പര്യമായിട്ടൊരു ക്രിസ്തീയ കുടുംബത്തിലാണ്. അപ്പോൾ ക്രിസ്തീയതയ്ക്കകത്ത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ ആ ഒരു ആത്മസത്യം, എൻ്റെ ഉള്ളിലാണ് ആ ദൈവസാന്നിധ്യം വസിക്കുന്നത്, ഓരോ മനുഷ്യരും ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിയപ്പോൾ അത് തന്നെയാണ് ശബരിമലയിലെ തത്വമസി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു ആപ്തവാക്യവുമായിട്ട് കോറിലേറ്റ് ചെയ്തപ്പോൾ അതിനൊന്ന് ഉദ്ഘോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ശബരിമലയിൽ ആദ്യം പോകുന്നത്. അപ്പോൾ ശബരിമല പോയി വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഫോൺ വിളിച്ചത് ഇദ്ദേഹമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് ചെത്തിക്കോട് എന്നാണ്. ഒത്തിരി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച ഒരു സ്ഥാപതിയുടെ മകനാണ്. KK രാജൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപതിയുടെ മകനാണ് അദ്ദേഹം. അദ്ദേഹമാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം ശബരിമലയുടെ വേദരഹസ്യം, ശാസ്ത്രീയമായ വേദരഹസ്യം കണ്ടെത്തിയത്. അപ്പോൾ എന്നോട് അദ്ദേഹം എന്നെ വിളിക്കുകയും ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വീണ്ടും ഒരു ആഗ്രഹം വന്നു. മറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്ന ശബരിമല എന്ന് പറയുന്ന ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പിന്നിൽ എന്തൊക്കെയാണോ ശാസ്ത്ര സത്യങ്ങളുള്ളത്, ശാസ്ത്ര രഹസ്യങ്ങളുള്ളത്, അതൊന്നുകൂടെ വിളംബരം ചെയ്തിട്ട് എനിക്ക് ശബരിമല പോകണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ആദ്യമായി അതൊന്ന് മീഡിയയുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഈ ഒരു പ്രസ് ക്ലബിന്റെ ഒരു വേദി സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ശബരിമല ശാസ്ത്ര രഹസ്യം എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ ആഗ്രഹമുണ്ടാകും. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പേപ്പറിനകത്ത് ഒരു QR കോഡുണ്ട്. ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് വിശദമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന നവംബർ 20-ാം തീയതി ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും ശബരിമല പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി ശബരിമല ശാസ്ത്ര സത്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. ഇതെന്തിനു വേണ്ടി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഭാരത പൈതൃകത്തെയും ഭാരതത്തിന്റെ സംസ്കാരത്തെയും പലപ്പോഴും അടിച്ചമർത്തുകയും അത് ദുരാചാരങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളൊരു ലേബലിലൊക്കെയാണ് ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരുപക്ഷെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഭാരത സംസ്കാരം എന്ന് പറയുന്നതും ഭാരതത്തിന്റെ പൈതൃകം എന്ന് പറയുന്നതും ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ള കാര്യം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശബരിമല എന്ന് പറയുന്ന ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ പിന്നിലും ഉള്ളത് ഒരു ശാസ്ത്ര സത്യമാണ്. അതെന്താണെന്ന് മനസ്സിലാകുമ്പോഴാണ് ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ പ്രസക്തി വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. ഞാൻ ഇനി അതിന്റെ ശാസ്ത്ര സത്യത്തിലേക്ക്. പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്ട്.